നെതന്യാഹുവിനെതിരെ ജൂത കുടുംബത്തിന്റെ താക്കീത്. തങ്ങളെക്കുറിച്ച് ഇനി മിണ്ടരുത് എന്ന തരത്തിലാണ് ബിബാസ് കുടുംബം നെതന്യാഹുവിന് താക്കീത് നൽകിയത്. കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിൽ എത്തിയിരിക്കുന്ന 4 മൃതദേഹങ്ങൾ 3 കുട്ടികളുടെയും ബിബാസ് കുടുംബത്തിന്റെ 3 കുട്ടികളുടെയും അമ്മയുടെയും മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളത് പ്രതികാരം ചെയ്യുമെന്നും തങ്ങളുടെ സഹിക്കുന്നതിന് അപ്പുറമുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഫലസ്തീനിൽ നിന്ന് ഉണ്ടായത് എന്നതിനാൽ തങ്ങളുടെ രാജ്യം അത് ഖേദിക്കുന്നു എന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ നടത്തിയത്. ഇതിന് പ്രതിരോധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രതികരണം നടത്തിക്കൊണ്ടാണ് ബിബാസ് കുടുംബം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇനി ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മിണ്ട പോലും ചെയ്യരുത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണ് സ്ഫോടനം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയത്. ചെറിയ പൈത കുടുംബത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ക്രൂരമായിരിക്കുന്ന ആക്രമണമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് ചെയ്ത് നിങ്ങളാണ്. നിങ്ങൾ കൊന്നുകൊണ്ട് നിങ്ങൾ ഖേദിക്കുന്ന ആ പ്രവൃത്തി ശരിയല്ല എന്ന തരത്തിലാണ്. അപ്പോൾ ഹമാസിനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കി, ഫലസ്തീനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു നടത്തിയിരുന്നത്. തങ്ങൾ അതിന് പ്രതികാരം ചെയ്യുമെന്നുള്ളതും വീണ്ടും യുദ്ധം ആരംഭിക്കും എന്നൊക്കെ വൈകാരികമായിട്ടായിരുന്നു സംസാരിച്ചത്. അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടാണ് ബിബാസ് കുടുംബം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മിണ്ടരുത്, സംസാരിക്കരുത്, ഞങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി ഞങ്ങൾക്കറിയാം എന്ന തരത്തിൽ. ഇത് പറയാൻ 1-2 കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്. സ്ഫോടനത്തിൽ ഇവരെ കൊലപ്പെടുത്തുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഈ ബിബാസ് കുടുംബത്തിന്റെ ഒരു വ്യക്തി തന്നെ അവിടുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള വൈറലായതാണ്. ഞങ്ങൾ രക്ഷപ്പെടുത്തണം, ഞങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണ്, നിങ്ങൾ ആക്രമിക്കുന്നത് തങ്ങളെ ഒളിപ്പിക്കപ്പെട്ട മേഖലയുടെ ഭാഗങ്ങളിലാണ്, ഇതിന്റെ തൊട്ടടുത്ത ആക്രമണം ഞങ്ങളുടെ നേരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു യഥാർത്ഥത്തിൽ ബിബാസ് കുടുംബം അവിടുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് പുറത്തുവിട്ടത്. അതിന് വല്ലാതൊന്നും വൈകുന്നതിന് മുമ്പാണ് സ്ഫോടനം നടക്കുന്നു. കാൻ യൂണിസിന്റെ ഭാഗങ്ങളിലായിരുന്നു ഇവിടെ ഒളിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. അവിടെ സ്ഫോടനം നടക്കുന്നു. അങ്ങനെ ഈ കുടുംബം മരണപ്പെട്ടതോടനുബന്ധിച്ച് തന്നെ ഫലസ്തീൻ അതോറിറ്റി, ഗസയുടെ അതോറിറ്റിയും ഫലസ്തീൻ അതോറിറ്റിയും സംയുക്തമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് ഇത്രത്തെ ആളുകൾ ഈ സമയത്ത് മരണപ്പെട്ടിരിക്കുന്നു. അവർ ഈ മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ മൃതദേഹം തങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പറഞ്ഞത്. ഈ മൃതദേഹം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈകാരികമായ രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. അതിനോടനുബന്ധിച്ച് ഈ ഷെറിൻ നിവാസ് കുടുംബം ഈ വിബാസ് കുടുംബത്തിനോട് ചേർന്ന് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും സംയുക്തമായി തന്നെ പറയുന്ന കാര്യം, അക്രമത്തിലൂടെയാണ് ഫലസ്തീൻ ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ബന്ദികളാക്കപ്പെട്ടവർ ഒരാൾ പോലും ജീവനോടുകൂടി തിരിച്ചു വരില്ലായിരുന്നു. അവർക്ക് സുഖമായിട്ട് അവരുടെ കസ്റ്റഡിയിലുള്ള ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിക്കുമല്ലോ. അവരത് ചെയ്തിട്ടില്ലല്ലോ. ഇനി മോചിക്കപ്പെട്ട ബന്ദികൾ ആരെങ്കിലും ക്രൂരമായിരിക്കുന്ന ഒരു പ്രവൃത്തി തങ്ങളോട് ഫലസ്തീനികൾ ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പല രീതിയിൽ പല രൂപത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് പോലും അവർ സത്യമല്ലാതെ അസത്യം ഒന്നും വിളിച്ചു പറയുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവൃത്തി ചെയ്തത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കരുത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് 6 ബന്ദികളെ മോചിപ്പിച്ചതിന് പകരം 600ഓളം തടവുകാരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയം നടന്നിരുന്നു. അത് ഇസ്രായേൽ തടഞ്ഞു വെച്ചു. ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവരെ മോചിപ്പിച്ചതിന് പുതിയ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കരാറിന്റെ തുടർച്ച ഉണ്ടാവുന്നില്ലെങ്കിൽ ഇനി ഒരു ബന്ദിമോചനം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഫലസ്തീന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരുന്നു. അത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആരംഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 600 തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 12 ബസ്സുകളിലായി വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെ കാൻ യൂണിസിന്റെ ഭാഗങ്ങളിലും അവരെ എത്തിച്ചു എന്നുള്ളതും ആഹ്ലാദം ഇരമ്പിയാർക്കുന്ന രീതിയിലുള്ള സ്വീകരണത്തോടു കൂടിയാണ് ഫലസ്തീനികളെ ഏറ്റുവാങ്ങിയത് എന്ന റിപ്പോർട്ടൊക്കെയാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ആഴ്ചത്തെ ഏറ്റവും അവസാനത്തെ ബന്ദി കൈമാറ്റം എന്ന നിലക്ക് 4 മൃതദേഹങ്ങളും അവർ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീന്റെ ഭാഗത്ത് 4 മൃതദേഹം കൈമാറ്റം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ മാസത്തിൽ പറഞ്ഞ ആദ്യഘട്ടത്തിലെ കരാറിന്റെ അവസാനിച്ചിരിക്കുന്നു. ഇനി 2ാം ഘട്ടത്തിലുള്ള കരാർ എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത്. അത് ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2-3 അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായിരിക്കുന്ന ബന്ദി കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ യുദ്ധം വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. അതിന്റെ സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒരുക്കുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് മധ്യസ്ഥരുടെ എല്ലാ നിലപാടും
കരാർ വ്യവസ്ഥയുടെ സമയത്ത് അംഗീകരിക്കുക. പിന്നീട് ആ പ്രവൃത്തി ചെയ്യുന്ന സാഹചര്യം എത്തുന്ന സമയത്ത് ഇസ്രായേൽ പതുക്കെ അതിൽ പിന്മാറുക എന്ന് മാത്രമല്ല, പുതിയൊരു കരാർ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുവെക്കുക. ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഇപ്പൊ ഈ അടുത്തായിട്ട് 3-4 പ്രാവശ്യം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. കരാർ വ്യവസ്ഥ പ്രകാരം പാലിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ കാര്യം ബന്ദി കൈമാറ്റത്തോടനുബന്ധിച്ച് അവർ തലതിരിഞ്ഞുകൊണ്ട് പുതിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇവിടെ വലിയ രീതിയിൽ പ്രതിസന്ധിയാവുന്നത് മധ്യസ്ഥരാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ മധ്യസ്ഥതയിലേക്ക് തങ്ങൾ ഉണ്ടാവില്ലെന്നും തങ്ങൾ മാറി നിൽക്കുകയാണെന്നും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും പറയുക തന്നെ ചെയ്തു. പിന്നെ അതിൽ മധ്യവർത്തിയായി വന്ന് അമേരിക്കയാണ് പറയുന്നത് നിങ്ങൾ വീണ്ടും ഇടപെടണം. കാര്യമെന്ന് പറയുന്നത് ഇത് കൈവിട്ടു പോകുന്ന ഒരു യുദ്ധത്തിലേക്ക് മാറാൻ പോവുകയാണ്. അത് ഫലസ്തീനും ഇസ്രായേൽ മാത്രമായിരിക്കില്ല, ഈ 2 രാജ്യങ്ങളോടൊപ്പം മറ്റു രാജ്യങ്ങൾ ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇസ്രായേലിനോടൊപ്പം ചേരുകയാണെങ്കിൽ അമേരിക്ക അല്ലാതെ ബ്രിട്ടൻ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേരാൻ സാധ്യതയില്ല. യൂറോപ്യൻ രാജ്യങ്ങളില്ല. കാരണം അവിടെയൊക്കെ വലിയ പ്രതിസന്ധികൾ നടക്കുകയാണ്, വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും ഉക്രൈനും മുടക്കിയതോടനുബന്ധിച്ച് ഉക്രൈനെ സംരക്ഷിക്കുക എന്നുള്ളത് യൂറോപ്യൻ യൂണിയന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ ഫലസ്തീനിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പോലും അവർക്ക് സമയം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അമേരിക്കയും വലിയ പ്രതിസന്ധിയിലാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവ റഷ്യയോടൊപ്പം നിൽക്കുകയാണെങ്കിലും യുദ്ധ അവസാനം ഉണ്ടാവുന്നില്ല എന്നൊരു പ്രയാസം അമേരിക്കക്കുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം പരമാവധി ചേർന്ന് നിൽക്കാൻ അമേരിക്ക അല്ലാതെ മറ്റൊരു രാജ്യം പരസ്യമായിരിക്കും രംഗത്ത് വരില്ല. പകരം ഫലസ്തീനോട് ചേർന്ന് നിൽക്കാൻ പല രാജ്യങ്ങളും ഇപ്പൊ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ പല രീതിയിലും പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ നയത്തെയും നിലപാടിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ തന്നെ ഈ മേഖലയിൽ സജീവ പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പറയപ്പെടുന്നു. കാര്യമെന്ന് പറയുന്നത് ഇനിയൊരു പരീക്ഷണം ഗസയ്ക്ക് മേലെ ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടും എന്ന് തന്നെയാണ് തുർക്കി പറഞ്ഞത്. അപ്പോൾ തുർക്കി ഇടപെടും എന്ന് പറയുന്ന സമയത്ത് അതിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തുർക്കിയോടൊപ്പം മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ യുദ്ധം മാരകമായിരിക്കുന്ന യുദ്ധമായിട്ട് മാറും. 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യം എന്ന നിലക്ക് തുർക്കി സൈനികപരമായി വലിയ ബലവും ശക്തി ഉള്ളവരാണ്. അതോടൊപ്പം ചൈനയും ചില നിലപാടുകൾ പാലസ്തീൻ അനുകൂലമായി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അവരൊന്നും നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നില്ലെങ്കിൽ പരസ്യമായ രീതിയിലുള്ള ആയുധ സഹായങ്ങൾ യുദ്ധം ചെയ്യുന്നവർക്ക് നൽകുകയാണെങ്കിൽ പോലും ഈ യുദ്ധത്തിന്റെ രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീന് വലിയ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ഒന്ന് ആകാശ യുദ്ധം നടത്താൻ സൈനിക ബലം ഫലസ്തീനിൽ ഇല്ല എന്നുള്ളതാണ്. ഏത് യുദ്ധത്തിൽ ഇപ്പോൾ ഒരു 10-40 വർഷത്തിന്റെ 50 വർഷത്തിന്റെ ഇങ്ങോട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ 2ാം ലോക യുദ്ധത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ വിജയിച്ച എല്ലാ യുദ്ധവും ആകാശ യുദ്ധം കൊണ്ട് വിജയിച്ചതാണ്. കരമാർഗമല്ല യുദ്ധം വിജയിക്കുന്നത്. അപ്പൊ ആകാശത്ത് എത്രത്തോളം സ്വാധീനമുണ്ടോ അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എത്രത്തോളം സൈനിക യുദ്ധ വിമാനങ്ങളുണ്ടോ, ഡ്രോണുകളുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എത്രത്തോളം ഒരു രാജ്യത്തിനുണ്ടോ അവരാണ് വിജയിച്ച് കയറുക എന്നുള്ളതാണ്. പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ആ യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്ന എല്ലാ രാജ്യത്തിനും വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ പാലസ്തീന് നേരെ നടത്തിയ എല്ലാ യുദ്ധങ്ങളും ഏത് തരത്തിലാണ്? ആകാശത്തിലൂടെ വിമാനം പറത്തിക്കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് പലസ്തീനുകളെ കൊല്ലുന്ന പ്രവൃത്തിയാണ്. ഇങ്ങനെ ഇസ്രായേലിന്റെ ആകാശത്തൂടെ പലസ്തീൻ ഒരു വിമാനം ഇതുവരെ പറന്നിട്ടില്ല. അതിന്റെ കാര്യം പലസ്തീൻ വിമാനത്താവളം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആകാശ യുദ്ധമാണ് ലക്ഷ്യം. കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കെട്ടിമറിഞ്ഞിട്ട് പോലും പൂർണ്ണമായിരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല. ആ യുദ്ധത്തിന് തുടർച്ച ഇപ്പോഴും ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് 2 കൂട്ടരും പറഞ്ഞിടത്തേ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇവിടെ തുർക്കി വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ആകാശ യുദ്ധത്തിന് അവര് നേരിട്ട് നേതൃത്വം നൽകുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ തന്നെ മാറ്റം വരും. അതോടൊപ്പം തന്നെ ഈജിപ്തുമായിട്ട് ഇപ്പോൾ ഉടക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇസ്രായേലിനുള്ളത്. ഈജിപ്തിനോടൊപ്പം തുർക്കിയും ചേരുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂപടത്തിൽ നിന്ന് പോലും ഇസ്രായേൽ തൂത്തെറിയപ്പെടാൻ അത് മതിയായ കാരണമായിട്ട് വരും. അതിശക്തമായിരിക്കുന്ന യുദ്ധമായിരിക്കും വരാൻ പോവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഈ തടവുകാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ സഹകരിച്ചിരുന്ന രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാകുന്ന ഒരു സാഹചര്യം എത്തുകയും ചെയ്യും. ഈ ഒരു വിഷയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒറ്റക്കോ
അല്ലെങ്കിൽ അമേരിക്കയും കൂടി കൂടിച്ചേർന്നിട്ടോ സാധിക്കില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏറെക്കുറെ മിഡിൽ ഈസ്റ്റ് മേഖല ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇസ്രായേലുമായിട്ട് സഹകരിക്കുമ്പോൾ ഒന്നുകൂടി അകൽച്ച കൂടുക എന്നല്ലാതെ അകൽച്ച കുറയാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് 600 തടവുകാരെ പിടിച്ചു വെക്കപ്പെട്ടതിന് വേഗം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത്. ഈ ബുദ്ധിപരമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കാതെ പ്രശ്ന പരിഹാരത്തിന് നമ്മൾ തന്നെ മുന്നോട്ട് നിൽക്കുക എന്നുള്ളതാണ് ഉചിതമായിരിക്കുന്ന കാര്യമെന്ന് ഇസ്രായേൽ സർക്കാരിനെ തന്നെ ഉപദേഷ്ടാക്കളൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. നമ്മൾ കൈവിട്ട് കളിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് പോലും ഒരു സർക്കാരായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞതോടുകൂടിയാണ് ഇപ്പം വല്ലാത്ത രീതിയിൽ മഞ്ഞുരുക്കം ഉണ്ടായി. 600 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നല്ല, മോചിപ്പിച്ചതായിരിക്കുന്ന വിവരം തന്നെയാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.